ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബോബിൻ എലാസ്റ്റിക് ഇട്ടിട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്ന് നോക്കാം. പലപ്പോഴും പലരും സംശയം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊരു മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബോബിൻ എലാസ്റ്റിക്. വളരെ നേരിയ എലാസ്റ്റിക്കാണ്. ഇത് നമുക്ക് ബോബിനിൽ ഇങ്ങനെ ചുറ്റിയെടുക്കാം. കൈവച്ച് വേണമെങ്കിലും ചുറ്റിയെടുക്കാം. കൈവച്ച് ചുറ്റുമ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് പിടിച്ച് വലിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റി വെക്കരുത്. ഒരു മീഡിയം ഇതിലിങ്ങനെ അങ്ങോട്ട് ചുറ്റി വെക്കുക. അതുപോലെ തന്നെ മെഷീനിലാണെങ്കിലും നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. മെഷീനിൽ സാധാരണ നൂല് ചുറ്റണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഇതും ചുറ്റിയെടുക്കാം. അപ്പോഴും ഒരുപാട് വലിച്ച് ടൈറ്റ് ചെയ്യരുത്. എന്ന് വെച്ചാൽ വലിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എലാസ്റ്റിക് നമ്മുടെ തുണിയിലേക്ക് പിടിപ്പിക്കുമ്പോൾ കൂടുതലായിട്ട് ചുരുങ്ങി പോകും കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ നൂല് ചുറ്റണ ഭാഗത്ത് വെച്ചിട്ട് ചുറ്റിയെടുക്കാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടെ എങ്ങനെയാണെന്നതാ. ഇവിടെ ഇങ്ങനെ അവിടെ നൂലൊന്നും കുടുങ്ങി കിടക്കരുത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കുടുങ്ങും. മുഴുവനായിട്ട് കണ്ടില്ല അല്ലേ? ഞാൻ ക്യാമറ ചരിച്ചപ്പോൾ കണ്ടു എന്നാണ് കരുതിയത്. എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് സാധാരണ ചുറ്റണ പോലെ ഇതാ കണ്ട, കുറച്ച് കാണാൻ പറ്റണണ്ട. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ. ഞാൻ ശരിക്കും അത് നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ക്യാമറ തിരിച്ചു വെച്ചത്. ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, എളുപ്പമാണ്. ഇനി നമുക്ക് കേസിൽ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യണേന്ന് നോക്കാം. കേസിലിടുമ്പോൾ ചിലർ പറയാറുണ്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് കയറണില്ല എന്ന്. ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണെന്ന്. കുറച്ചൊന്ന് ചിലർ പറയിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നൂല് വലിച്ചെടുക്കണമല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ ബോബിനിൽ ഇങ്ങനെ നൂലിട്ടിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ കയറി കിട്ടാറില്ല. പക്ഷേ എനിക്കങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി ശക്തി പ്രയോഗിച്ചെന്ന് വലിക്കാറുണ്ട്. അഥവാ ഇനി അവിടെ അധികം ടൈറ്റാണെങ്കിൽ ആ ഫ്ലാപ്പ് ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി കൊടുത്താൽ എന്തായാലും കുഴപ്പമില്ലാണ്ട് റെഡിയായി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിങ്ങനെ ആക്കിയിട്ട് റെഡിയായി കിട്ടാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാരണ നൂലിട്ടിട്ട് ബോബിൻ കേസ് വെക്കണ പോലെ തന്നെ വെക്കുക. മുകളിൽ നൂലിടുമ്പോഴത്തേക്കും നമ്മുടെ ഈ തുണിയുടെ കളർ തന്നെ നൂലിടാൻ ശ്രമിക്കുക കേട്ടോ. അടിയിൽ ഡാർക്ക് കളറിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ബ്ലാക്ക് കളറ് എന്താ പറയുക എലാസ്റ്റിക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു ബ്ലാക്ക് കളറ് വാങ്ങിക്കാൻ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കളറിനൊക്കെ ബ്ലാക്ക് ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇങ്ങനെ എടുത്ത് കാണില്ലല്ലോ, ഇതിലും കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ തുണിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കാം. ഇങ്ങനെ അടിച്ച് തുടങ്ങി കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ പിടിച്ച് ഇങ്ങനെ വലിക്കണം കേട്ടോ. രണ്ട് സൈഡിൽ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെയാണെന്ന്. എല്ലാം റഫായിട്ട് ഞാൻ ചെയ്യണ കേട്ടോ. എനിക്ക് ആവശ്യമുണ്ടായിട്ട് ചെയ്യണമെല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യണം. കണ്ടോ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ എലാസ്റ്റിക് അടിയിലുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് കൈക്ക് തുണി എടുക്കുമ്പോഴൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് പറഞ്ഞുതരാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കൈ എടുക്കണ പോലെയല്ല ഇതിന് എലാസ്റ്റിക് ഇട്ടിട്ട് അടിക്കുമ്പോൾ എടുക്കണത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാട്ടെ. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ മടക്കിയിട്ടിട്ട് 8 ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ തുണി എടുക്കണത്. സാധാരണ ഒരു കൈ വെട്ടാനായിട്ട് നമ്മൾ അങ്ങനെ എടുക്കാറ്. ഇപ്പോൾ നീളം എടുക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് ഇങ്ങനെ ഫ്രില്ലിന് വേണ്ടി സ്പേസ് കൊടുക്കണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1 ഇഞ്ച് ഫ്രില്ലിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അടിമടക്കി തയ്ക്കാനായിട്ട് 1/2 ഇഞ്ച് വേണം. അങ്ങനെ 1.5 ഇഞ്ച് ഞാൻ അവിടെ സ്പേസ് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ആളെന്ന് എടുക്കുമ്പോൾ അതനുസരിച്ച് ഇപ്പോൾ 7 ഇഞ്ചാണെങ്കിൽ 8.5 ഇഞ്ച് എടുക്കണം. പിന്നെ മുകളിലൊരു 1/2 ഇഞ്ച് കൊടുക്കണമല്ലോ. അങ്ങനെ 9 ഇഞ്ച് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ആ ഒരു എൻഡിലേക്കുള്ള കൂടുതൽ അളവെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കൈ വെട്ടാനായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, ഡബിൾ തുണി വേണം. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ 8 ഇഞ്ചാണ് മടക്കിയിട്ടിട്ട് വേണ്ടതെങ്കിൽ ഇത് മടക്കിയിട്ടിട്ട് നമുക്കൊരു 16 ഇഞ്ച് വേണം. മനസ്സിലായി? ഇപ്പോൾ 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതൊരു 16 ഇഞ്ച് വേണം. അപ്പോൾ 16 ഇഞ്ച് ആയിട്ടില്ല. ഞാനൊന്ന് 16 ഇഞ്ച് വരെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്ക് എത്ര തുണി വേണമെന്ന് ആദ്യം നമ്മുടെ കൈക്കുഴി അനുസരിച്ചാണല്ലോ കൈൻ്റെ തുണി. ഇപ്പോൾ കൈക്കുഴി 7.5 ഇഞ്ചാണെങ്കിൽ ഞാൻ തുണി എടുക്കുന്നത് 8.5 ഇഞ്ചാണ്. മടക്കിയിട്ടിട്ട് 8.5 ഇഞ്ച്. കൈക്കുഴി 7.5 ഇഞ്ചാണെങ്കിൽ മടക്കിയിട്ടിട്ട് 8.5 ഇഞ്ചാണ് ഞാൻ തുണി എടുക്കുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് അതുപോലെ ആ കാൽക്കുലേഷനിലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഞാനിത് 16 ഇഞ്ച്, ഒരു സൈഡ് 16 ഇഞ്ച്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ കുറച്ച് തുണി കൂടുതൽ വേണം. അപ്പോൾ കൈൻ്റെ എൻഡ് ഭാഗത്ത് മാത്രം പ്ലേറ്റ്സ് ഇട്ടാൽ മതിയെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ കൈവണ്ണം എടുക്കണ തുണീനേക്കാളും ഡബിൾ. ഇപ്പോൾ കൈവണ്ണം നമുക്ക് ഒരു 8 ഇഞ്ചാണെന്ന് നോക്കാം. അതായത് കൈവണ്ണം ചുറ്റളവ് 8 ഇഞ്ചാണെങ്കിൽ നമ്മൾ തുണി 8 ഇഞ്ച് തന്നെയല്ലേ, 8ഉം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുമായിരിക്കും.
പക്ഷേ എങ്ങനെ എലാസ്റ്റിക് ഇട്ടിട്ട് കൈൻ്റെ എൻഡ് ഭാഗത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ 16 ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ. അതായത് മുകളിൽ മാർക്ക് ചെയ്യണം, അത്രയും തന്നെ നേരെ താഴേക്ക് മാർക്ക് ചെയ്തിട്ട് 3/4 ഒക്കെ ആണെങ്കിലേ അങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ താഴെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ എലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. തേര് ഭാഗം ഉണ്ടെങ്കിൽ തേര് ഭാഗം എൻ്റെ ആക്കാനൊന്നും നിൽക്കരുത്, അതൊരു ഭംഗി ഉണ്ടാവില്ല, അടിച്ച് തന്നെ എടുക്കണം. അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചരിച്ച് വരച്ചിട്ടുള്ളൂ. 4.5 ഇഞ്ച് താഴെ സൈഡിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത ഭാഗത്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ വേണം. 4.5 ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് ലാസ്റ്റിക് ഇടാനുള്ള ഭാഗമാണ് കേട്ടോ. ഇത് ചെറുതായിട്ടുള്ളൊരു ബലൂൺ സ്ലീവാണ് ഞാൻ കാണിക്കുന്നത്. ബലൂൺ സ്ലീവ് ഇത് ഹിന്ദിക്കാർ പറയണത് ബലൂൺ തന്നെയാണ്. ഗുബ്ബാര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലൂണാണ്. അപ്പോൾ ഗുബ്ബാര സ്ലീവ് എന്നാണ് കേട്ടോ അവർ പറയണത്. നമ്മുടെ കടയിലെ ബായിയൊക്കെ പറയണത് ഇതിനെ ഗുബ്ബാര സ്ലീവ് എന്നാണ്. നമ്മൾ ബലൂൺ സ്ലീവ് എന്ന് പറയും, അവർ ഗുബ്ബാര സ്ലീവ് എന്ന് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ചെറുതായിട്ട് അടിക്കണം. 6 ആക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 6 ആക്ക് ചെയ്യുക, അല്ലെങ്കിൽ റോൾ ഫുട്ട് വെച്ച് അടിക്കുക. ഇപ്പോൾ രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാർക്കിംഗ് വന്നിട്ടുണ്ടല്ലോ, ആ മാർക്കിങ്ങിലൂടെ ഇതാ ഇങ്ങനെ പിടിച്ച് അടിക്കണം. അടിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലും ഒന്ന് പിടിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ 1 ഇഞ്ച് സ്പേസാണ് കൊടുത്തേക്കുന്നത്. 1/2 ഇഞ്ച് സ്പേസ് കൊടുത്താലും മതി, അല്ലെങ്കിൽ 1/4 ഇഞ്ച് സ്പേസ് കൊടുത്താലും മതി. ഞാനിപ്പോൾ 1 ഇഞ്ച് കൊടുത്തു എന്നുള്ളൂ. അതൊക്കെ ഇപ്പം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, എങ്ങനെ തയ്ക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിങ്ങനെ തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴേ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന ക്യാമറ ഇവിടെ നമ്മുടെ താഴത്തേക്ക് വീണു എൻ്റെ ഫോൺ കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമതെടുത്ത് ഒന്നും പറ്റിയില്ല, രണ്ടാമതെടുത്ത് ഒന്നുകൂടെ അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നമ്മളിങ്ങനെ ആ ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ, മാർക്കിംഗ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അടിക്കാം കേട്ടോ, അല്ലെങ്കിൽ ചരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കൈ റെഡിയായി കിട്ടും. നല്ല ഭംഗിയായിട്ടോ, നല്ല ഫ്ലവർ സ്ലീവ് പോലെയൊക്കെ കിട്ടും. കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പൊക്കെ തയ്ക്കുമ്പോഴൊക്കെ ഇതേപോലത്തെ ഈ എലാസ്റ്റിക് ആണെങ്കിലുണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് നിന്നിട്ട് ബ്ലഡ് വലിച്ചെടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മറ്റേത് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ നമ്മുടെ കാരണവന്മാർ അറിയില്ല അങ്ങനെയുള്ളത് കിട്ടോ, ബ്ലഡ് വലിച്ചെടുക്കുമ്പോൾ എലാസ്റ്റിക് ബ്ലഡ് വലിച്ചെടുക്കുന്ന എല്ലാ സർക്കുലേഷൻ കുറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി മോൾ ഭാഗത്ത് എലാസ്റ്റിക് ഇടണമെന്നില്ല, കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുഞ്ഞു പ്ലേറ്റ്സൊക്കെ ഇട്ട് അടിച്ചെടുക്കാം. പ്ലേറ്റ്സ് ഇടുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിയിലത്തെ എലാസ്റ്റിക് മാറ്റണം കേട്ടോ. എലാസ്റ്റിക് മാറ്റി സാധാരണ നോർമൽ ത്രെഡ് ഈ ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിട്ടിട്ട് എങ്ങനെ അടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. എലാസ്റ്റിക്കിൻ്റെ ബോബിൻ മാറ്റി, ഇതേ ഉള്ളൊരു ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ ബോബിൻ മാറ്റാൻ നടക്കണം, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പ്ലേറ്റ്സ് ഇട്ടിട്ടെ അടിച്ചെടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു മോഡലല്ല കേട്ടോ, വേറെ ഈ ഇപ്പോൾ ഫുൾ കൈയോ അല്ലെങ്കിൽ 3/4 സ്ലീവൊക്കെ വെക്കുമ്പോൾ എങ്ങനെ എലാസ്റ്റിക് ഇടണമെന്നും കൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരെണ്ണമല്ലേ ഇട്ടിട്ടുള്ളൂ. 3/4 സ്ലീവൊക്കെ ആകുമ്പോൾ നമുക്കൊരു 3-4 പ്ലേറ്റ്സ് എങ്കിലും ഇട്ട് കൊടുക്കണം, എന്നാലാണ് അതിന് 3-4 പ്ലേറ്റ്സ് അല്ല കേട്ടോ, 3-4 എലാസ്റ്റിക് എങ്കിലും വെച്ച് കൊടുക്കണം, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അതോടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം വരെ പ്ലേറ്റ്സ് ഇല്ലാതെ അടിച്ചിട്ട് പിന്നെ കുട്ടി പ്ലേറ്റ്സ്, ബേബി പ്ലേറ്റ്സ് എന്ന് പറയില്ലേ, അതാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഉടുപ്പിനൊക്കെ ആണെങ്കിൽ ഇതാണ് കേട്ടോ ഭംഗി. കുഞ്ഞുങ്ങളുടെ ഉടുപ്പിനെന്ന് തന്നെയല്ല, വലിയ ആളുകളുടെ ചുരിദാറിലൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ സ്ലീവൊക്കെ വെച്ച് കൊടുക്കണം. ബ്ലൗസിലും വെക്കണുണ്ട്. ബ്ലൗസിൽ വെക്കുമ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. എലാസ്റ്റിക് സ്ലീവ് വെക്കണേന് നമ്മൾ ലൈനിങ് കൊടുക്കാറില്ല കേട്ടോ. ലൈനിങ് കൂടെ കൊടുത്തിട്ട് എലാസ്റ്റിക് സ്ലീവ് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ലൈനിങ് ഇല്ലാതെ ഇത്തിരി കട്ടി കുറഞ്ഞ തുണിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. സാരി ബ്ലൗസൊക്കെ നല്ല ഭംഗിയാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും ഇതേപോലത്തെ ബ്ലൗസൊക്കെ ഇടുന്നത് എലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഉള്ള സ്ലീവ് നല്ല. ഇതിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, വലിയ ഗുബ്ബാര പോലെ വരാത്തത് ഇങ്ങനത്തെ സോഫ്റ്റ് മെറ്റീരിയൽ ആയത്, വല്ല ഓർഗൻസയിലൊക്കെ ആണെങ്കിൽ ഇത് നല്ല എടുത്ത് നിന്നേനെ, നല്ല ഭംഗിയിൽ നിൽക്കോട്ടെ, ഇതും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ഒരു എലാസ്റ്റിക് പോരാ, 2-3 എലാസ്റ്റിക് വേണമെങ്കിൽ എങ്ങനെ ഇടണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് ഭാഗം അരികെ ചെറുതാക്കി മടക്കി അടിച്ചിട്ടുണ്ട്. നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ആദ്യത്തെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഗുബ്ബാര സ്ലീവ് എന്ന് പറയുന്നത് 3/4 വരുന്നത്. അതായത് ബലൂൺ സ്ലീവ് 3/4 അല്ലെങ്കിൽ ഫുൾ സ്ലീവോ ഒക്കെ ആണെങ്കിൽ ഈ മെത്തേഡിൽ നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അതായത് എന്താ പറയുക, മാക്സി ഡ്രസ്സ് പോലെ അല്ലെങ്കിൽ ഗൗൺ പോലെയൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഫുൾ സ്ലീവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പർദ്ദ അടിക്കുമ്പോൾ പർദ്ദക്ക് ഫുൾ സ്ലീവിന് എലാസ്റ്റിക് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു എലാസ്റ്റിക്കേ ഇട്ടിട്ടുള്ളൂ, നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് ഒരു പ്രഷർ ഫുട്ട് ഗ്യാപ്പ് വിട്ടിട്ട്, അതായത് നമ്മുടെ പ്രഷർ ഫുട്ടിൻ്റെ ഒരു കാലിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് അടുത്ത സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത അടിക്കുമ്പോഴും 2 സൈഡിലും പിടിച്ച് വലിച്ചിട്ട് തന്നെ അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നൂല് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും.
പിന്നെ അതുപോലെ തന്നെ തുണി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈയിൻ്റെ എൻഡ് ഭാഗത്ത് അളവിൻ്റെ ഡബിൾ എടുക്കണം. എൻഡ് ഭാഗത്ത് അളവ് 8 ഇഞ്ചാണെങ്കിൽ നമ്മളൊരു 16 ഇഞ്ച് എടുക്കണം. അഥവാ ഇനി 7 ഇഞ്ചാണെങ്കിൽ 14 ഇഞ്ച് എടുക്കണം കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് എലാസ്റ്റിക് ഇട്ടാൽ ഭംഗി ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ 2 സ്റ്റിച്ച് ഇട്ടു. ഇത് 3ാമത്തെ സ്റ്റിച്ചാണ്. 3ഓ 4ഓ 5ഓ 6ഓ എത്ര വേണമെങ്കിലും ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ എലാസ്റ്റിക് നെഞ്ച് ഭാഗത്ത്, അതായത് ചെസ്റ്റ് ഭാഗത്തൊക്കെ എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഫ്രോക്കൊക്കെ വരണില്ലേ, അവിടെയും തുണി എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ തുണി കൂടുതൽ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 24ഒക്കെയാണ് ചെസ്റ്റ് അളവെങ്കിൽ നമ്മൾ കാൽക്കുലേഷനൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് കഴിയുമ്പോൾ ചെസ്റ്റ് നമുക്കിപ്പോൾ ഒരു 16 വന്നേക്കണേന്ന് വെക്കുക. 16 ഇഞ്ചാണ് വന്നേക്കണമെങ്കിൽ അതിൻ്റെ ഡബിൾ വീതി നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ വരണം. എന്നാലാണ് നമുക്ക് എലാസ്റ്റിക് ഇട്ടിട്ട് അത് കറക്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ തുണിയെടുത്ത് എലാസ്റ്റിക് ഇട്ടിട്ട് അതിൻ്റെ അളവിലേക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുത്താൽ മതി കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ? 4 എലാസ്റ്റിക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ എലാസ്റ്റിക് ഇടക്കിടക്ക് നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ തുണി എടുക്കുമ്പോൾ കുറച്ചുകൂടെ വീതിയിൽ എടുക്കണം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എലാസ്റ്റിക് ഇടക്കിടക്ക് തീർന്നു പോകല്ലോ പെട്ടെന്ന്. അപ്പോൾ 2-3 ബോബിനിൽ ചുറ്റി വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചാൽ മതി. കൈയിൻ്റെ എൻഡ് ഭാഗമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ഇങ്ങനെ നല്ല രസത്തിൽ നമുക്ക് ഇപ്പോൾ നൈറ്റിയുടെ നൈറ്റി അല്ല, ഗൗണിൻ്റെ ആണെങ്കിലും പർദ്ദയുടെ ആണെങ്കിലും കൈയിൻ്റെ എൻഡ് ഭാഗമൊക്കെ ഇതേപോലെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ. ഒരു ബണ്ടിലിന് 15 രൂപയുള്ളൂ ഈ എലാസ്റ്റിക്കിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് മറക്കണ്ട. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക, നമ്പർ എടുക്കുക, എന്നെ വിളിക്കുക.